കേരള പി എസ് സിയുടെ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നോട്ടിഫിക്കേഷൻ നമ്പർ 415/2025. ഇത് പോസ്റ്റ് ഇസ് ഫോർ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇതാണ് അതിന്റെ ഒഫീഷ്യൽ ഡെസിഗ്നേഷൻ. ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ്. അപ്പോൾ ഈ ബോർഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ വേക്കൻസീസ് ഇപ്പൊ അഡ്വർടൈസ് ചെയ്തിട്ടുള്ളത്. കുറെ അധികം പ്രത്യേകതകളുള്ള ഒരു പൊസിഷൻ ആണിത്. ആൻഡ് ഇതിന്റെ പരീക്ഷയ്ക്കും അതേപോലെ ഒത്തിരി അധികം പ്രത്യേകതകളും ചാലഞ്ചസും നമ്മുടെ മുന്നിൽ ഉണ്ടാകും. അപ്പൊ അത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. സോ ലെറ്റ് us see. റൈറ്റ്, അപ്പോ ഈ റിക്രൂട്ട് ചെയ്യുന്നത് കേരള പി എസ് സി ആണ് ഇതിന് വേണ്ടിയിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. ഓക്കെ, പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ ആണല്ലോ ഇത്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി നമ്മൾ കണ്ടു. പോസ്റ്റ് എന്റെ ടൈറ്റിൽ എന്താണെന്ന് നോക്കി. ഇത് വന്നിരിക്കുന്നത് 30/10/2025 ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിന്റെ അവസാന തീയതി 3/12/2025 വരെ സമയമുണ്ട്. അപ്പൊ ഇനി ഒരുപാട് സമയമുണ്ടെന്നും പറഞ്ഞ് ഒരുപാടധികം നമ്മൾ കാത്തിരിക്കേണ്ട, എത്രയും വേഗം അതിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഇപ്പൊ ആപ്ലിക്കേഷന്റെ പ്രൊസീജിയർ ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നമുക്കറിയാം ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. വേക്കൻസീസ് 2 എണ്ണമാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് പേര് ചോദിക്കാനുണ്ട്, സാർ ഇത് ആന്റിസിപ്പേറ്റഡ് ആണോ അതോ ഇനി വേക്കൻസീസ് കൂടാനുള്ള സാധ്യതയുണ്ടോ? വെൽ, ഇതിന്റെ ആൻസേഴ്സ് രണ്ടും നോ എന്നാണ്. കാരണം ഇത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നല്ല അവർ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് 2 വേക്കൻസി എന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇത് കൂടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്, ഓക്കെ, ഗവൺമെന്റിന്റെ കാര്യമല്ലേ, നമുക്കിത് കൂടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഒരു പക്ഷേ കൂടാം, അല്ലെങ്കിൽ കൂടാതെ ഇരിക്കാം. പക്ഷെ എന്നാലും ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറയട്ടെ. ഇത് ഒരു ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ, അപ്പോൾ ഒരു ഡിസ്ട്രിക്ട് ലെവൽ ഉദ്യോഗസ്ഥനാണ്. ഹെഡ് ഓഫീസിന് പുറമെ ഓരോ ജില്ലയിലും ഓരോ ഉദ്യോഗസ്ഥർ എന്ന അടിസ്ഥാനത്തിലാണ് പോകുന്നത്. അപ്പോ നമുക്ക് എത്ര ജില്ലകളുണ്ട് അത്രയും തന്നെയാണ് ഈ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് കേരളത്തിൽ ഉണ്ടാവുക. ഓക്കെ, അതിലാണ് ഇപ്പം 2 ഒഴിവ് റിപ്പോർട്ട് ചെയ്ത് അവരിത് വിളിച്ചിട്ടുള്ളത്. ഇനി ഇതിന്റെ പേ സ്കെയില് 50,200 മുതൽ തുടങ്ങി 1,05,300, 1,05,300. അപ്പോ ഇത് ഒരു ഗസറ്റഡ് റാങ്കും കൂടിയാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേറ്റ് ലെവൽ ഗസറ്റഡ് ഓഫീസർ റാങ്ക് ആണ് ഈ ഒരു പൊസിഷൻ. ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് BA, BSc അല്ലെങ്കിൽ BCom. ഓക്കെ, അത് ആ ഒരു ഗ്രാജുവേറ്റ് ലെവൽ ഉണ്ടായിരിക്കുക. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനാണ് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. അത് സ്പെസിഫിക്കലി MSW അല്ലെങ്കിൽ സോഷ്യോളജിയിൽ MA അത് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ അപ്പൊ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ LLB വിത്ത് ലേബർ ലോ സ്പെഷ്യലൈസേഷൻ. ഇപ്പൊ ലേബർ ലോയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഒരു LLBക്കും ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ MSW അല്ലെങ്കിൽ MA സോഷ്യോളജി, ഇനി അതും അല്ലെങ്കിൽ LLB വിത്ത് ലേബർ ലോ സ്പെഷ്യലൈസേഷൻ. അപ്പോ എന്താ പറയേണ്ടത്, ഇത് ഒരുപാട് ബ്രോഡ് കാറ്റഗറീസിനെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. MSWക്കാർക്ക് അപ്ലൈ ചെയ്യാം, MAക്ക് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ LLB വിത്ത് സ്പെഷ്യലൈസേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കും അല്ലെ, ഈ LLB വിത്ത് സ്പെഷ്യലൈസേഷൻ ഇവിടെ വന്നേക്കുന്നത് എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത്. നമുക്ക് കുറച്ചും കൂടെ ആഴത്തിൽ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചർച്ച ചെയ്യാം. അപ്പം അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ എക്സാം ഇതിന് മുമ്പ് നടന്നത് 2018 അപ്പോ അന്ന് PSC നോട്ടിഫിക്കേഷൻ ഇതുപോലെയാണ് വരിക. അപ്പൊ 2018 നടന്നിരിക്കുന്ന ഇതിനകത്തും ഈ സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോ എക്സാമിന്റെ കാര്യം പറഞ്ഞിരിക്കുന്ന കണ്ടല്ലേ, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്സിന്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് കണ്ടോ. ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് OMR വാല്യുവേഷൻ ബേസ്ഡ് ആയിരിക്കും ഓൺ ദ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ്. ആ പോസ്റ്റിന് പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്? MSW, MA സോഷ്യോളജി, അതേപോലെ നമുക്ക് LLB വിത്ത് ലേബർ ലോ സ്പെഷ്യലൈസേഷൻ. അപ്പോൾ ഈ 3 ക്വാളിഫിക്കേഷൻസിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ അന്നത്തെ സിലബസിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ജനറൽ നോളജ് ഉണ്ട്, കറന്റ് അഫയേഴ്സ് ഉണ്ട്, കേരള റെനസൻസ്. അതുകൂടാതെ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ സോഷ്യൽ വർക്ക് PG ലെവൽ, questions based on sociology PG level, questions based on labor laws. ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ടാണ് ഇതിന്റെ കഴിഞ്ഞ സിലബസില് ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ചോദ്യ പേപ്പറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയായിരിക്കും പുതിയ സിലബസ്? ഇതിന്റെ ടൈം ടേബിൾ വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇതിന്റെ പുതിയ സിലബസ് കാണാനായിട്ട് കഴിയുള്ളൂ.
ഇൻ ദ മീൻ വൈൽ എങ്ങനെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇൻപുട്ട് ഇൻഫർമേഷനിൽ നിന്നും ഇതിന്റെ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ആന്റിസിപ്പേറ്റഡ് സിലബസിലേക്ക് എത്താം. ഈ ഒരു ആന്റിസിപ്പേറ്റഡ് സിലബസ് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പം ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ കഴിഞ്ഞ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതാണ്. ഇത് ഒത്തിരി ക്ലിയർ അല്ല, ഞാനിത് PSCയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. ഒരുപാട് ക്ലിയർ അല്ല ഈ ഒരു സ്കാൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരുപക്ഷെ നിങ്ങൾക്ക് മൊബൈലിന്റെ സ്ക്രീനിൽ കാണുമ്പം ഇത് ചിലപ്പോൾ ക്ലിയർ ആയിരിക്കില്ല. പക്ഷേ എനിക്ക് ഇത് ക്ലിയർ ആയിട്ട് കണ്ട് വായിക്കാം. ഇവിടെ നമ്മളൊരു ലാപ്ടോപ്പിലോ ഇത് പ്രിന്റ് ചെയ്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അത് കണ്ട് വായിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ അതിന്റെ ആ ഒരു സോഴ്സ് ടോപ്പിക് ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു സിലബസിന്റെ ഒരു റോ ഐഡിയ നമുക്ക് കിട്ടും. പക്ഷെ നമുക്കറിയാം എന്താ പറയേണ്ടത്, ഈ ഒരു PSCയുടെ സിലബസസ് ഒക്കെ ഇപ്പം എല്ലാം റീവാമ്പ് ചെയ്ത് നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്സും എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പുതിയതായിട്ട് വരുന്ന സിലബസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആന്റിസിപ്പേറ്റഡ് സിലബസ് ഇപ്പം ഞാൻ തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മൾ ക്ലാസ് തുടങ്ങുന്നു. അതേപോലെ PSCയുടെ ആ ഒരു ഒഫീഷ്യൽ സിലബസ് വരുന്ന സമയത്ത് എന്തൊക്കെയാണോ നമുക്ക് അഡിഷൻസ് ഡിലീഷൻസ് ഒക്കെ അതിനകത്ത് ചെയ്യേണ്ടത് അത് ആ സിലബസ് വന്ന് ഒരു ആഴ്ചക്കകം എനിക്കത് ചെയ്തു തരാനായിട്ട് സാധിക്കും. So let us see what else we have here. Okay, അപ്പം ഇതും ആ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് തന്നെയാണ്. കഴിഞ്ഞ തവണ അത് ഇംഗ്ലീഷിൽ മാത്രമായിരുന്നു അതിന്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്തവണയും ഇംഗ്ലീഷ് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക. ഒരു പക്ഷേ അതിനകത്ത് ഇല്ല, മലയാളത്തിൽ അതിന് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ബട്ട് ദെൻ ഇംഗ്ലീഷിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അതിനകത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുക. ഓക്കെ, 100 മാർക്കിന്റെയാണ്. ആൻഡ് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് PSCയുടെ ആ ഒരു യൂഷ്വൽ നെഗറ്റീവ് മാർക്കിംഗ് ഇതിനും ആപ്ലിക്കബിൾ ആയിരിക്കും. ആൻഡ് ആ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് സ്പെസിഫിക്കലി PG ലെവൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം. ആ ഒരു ഡിഗ്രി ലെവൽ അല്ല ഇതിന് ഫോക്കസ് ചെയ്യേണ്ടത്. PG ലെവൽ പോർഷൻസ് തന്നെ നമ്മൾ എടുക്കണം. PG ലെവൽ എടുക്കുമ്പോഴത്തേക്ക് കുറെ കൂടെ ആ ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടായിരിക്കും അതിന്റെ കാര്യങ്ങൾ വരുന്നത്. എന്നാൽ കോൺസെപ്റ്റ്സിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ എടുത്തേക്കുന്ന സിലബസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി റെപ്രസെന്റേറ്റീവ്. ഒരു പക്ഷേ ഈ ഒരു പാർട്ട് 1 ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ്, റെനസൻസ് എന്നൊക്കെ ഉള്ളത് ചിലപ്പം എടുത്ത് മാറ്റിയേക്കാം. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും സിലബസിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്ന ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ നോക്കിയാൽ ഈ ഒരു പോർഷൻ കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ പാർട്ട് 1 ഈ ഒരു എക്സാമിനും ആപ്ലിക്കബിൾ ആവുകയാണെങ്കിൽ എന്താ ആ ഒരു കോമൺ സിലബസ് അങ്ങനെ തന്നെ ആയിരിക്കും. അതിനകത്ത് ഡിഫറൻസ് ഒന്നും വരാനുള്ള സാധ്യതയില്ല. ഒരു പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനുള്ള ആ ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പൊ ഇതിന് ഒരുപാടധികം ഇമ്പോർട്ടൻസ് ഈ ഒരു ഘട്ടത്തിൽ നൽകണ്ട എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഇതിന്റെ പാർട്ട് 2 നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ വർക്ക്. ഓക്കെ, അപ്പൊ സോഷ്യൽ വർക്കിന്റെ തിയറീസും മെത്തേഡ്സും എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. PG ലെവലിലാണ്. അപ്പോൾ അതിനകത്ത് കേസ് വർക്ക്, ഗ്രൂപ്പ് വർക്ക്, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അങ്ങനെ തുടങ്ങി ഒരുപാടധികം കോൺസെപ്റ്റ്സ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇനി സോഷ്യൽ വെൽഫെയർ അഡ്മിനിസ്ട്രേഷൻ വേണം. സോഷ്യൽ വർക്ക് റിസർച്ചും ഇതിന് ബാധകമായിരിക്കും. കാരണം ആ ചോദ്യങ്ങൾ നോക്കുമ്പോൾ ഇത്രയും ഏരിയയിൽ നിന്നാണ് സോഷ്യൽ വർക്കിന്റെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഇനി മറ്റ് ടോപ്പിക്സും ഇതിനകത്ത് വരും. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഡീറ്റെയിൽ സിലബസ് ഞാൻ അവൈലബിൾ ആക്കാം. ഇനി തേർഡ് പാർട്ട് നമ്മൾ നോക്കിയാൽ സോഷ്യോളജി. ഇവിടെയും PG ലെവൽ തന്നെയാണ്. ഇപ്പം നിലവിലുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുള്ള ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യോളജിക്കൽ തിയറീസ്, അപ്പൊ അതിനകത്ത് ഫങ്ഷണലിസം, കോൺഫ്ലിക്റ്റ്, സിംബോളിക് ഇന്ററാക്ഷനിസം ഇങ്ങനെയൊക്കെയുള്ള ഏരിയാസിൽ നിന്ന് അതിൽ ഓൾറെഡി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ സൊസൈറ്റി, സോഷ്യൽ ചേഞ്ച്, സ്ട്രാറ്റിഫിക്കേഷൻ, റിസർച്ച് മെത്തഡോളജി, പോപ്പുലേഷൻ, urbanization, urban റൂറൽ ഡൈനമിക്സ്, ഈ ഏരിയാസ് കവർ ചെയ്താണ് അതിനകത്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ടോപ്പിക്സ് മാത്രമല്ല അതിനകത്ത് വരിക, അല്ലേ? അപ്പോൾ സോഷ്യോളജിയുടെയും കൂടെ കുറച്ച് ഡീപ്പായിട്ട് അതിന്റെ ആ ഒരു, കാരണം ഇതിനൊക്കെ റിലേറ്റഡ് ടോപ്പിക്സ് ഉണ്ട്. ആ റിലേറ്റഡ് ടോപ്പിക്സും കൂടെ നമ്മൾ നോക്കുമ്പോഴേ അതൊരു ഫുൾ ലെസൺ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. ഇത് ജസ്റ്റ് ഒരു ഇൻഡിക്കേറ്റീവ് ആയിട്ട് ഞാൻ പറയുകയാണ്, ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് നോക്കേണ്ടി വരുന്ന ഏരിയാസ്. ഇനി ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇതിനകത്ത് വരാൻ പോകുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ലേബർ ലോസ് നമ്മൾ നോക്കിയാൽ. ഇപ്പം നമ്മൾ ഒരു ക്ലാസിക് ഫ്രെയിം വർക്ക് എന്ന നിലയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മസ്റ്റ് നോ ആയിട്ടുള്ള ചില നിയമങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 വന്നത്, ഫാക്ടറീസ് ആക്ട് 1948, അതേപോലെ മിനിമം വേജസ് ആക്ട്, എംപ്ലോയീസ് കോമ്പൻസേഷൻ ആക്ട് 1923 വന്നത്. ഓക്കെ, അതേപോലെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്
അതാണ് ESI ആക്ട് എന്ന് പറയുന്നത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, അതേപോലെ ആൻഡ് മിസ്ലേനിയസ് പ്രൊവിഷൻസ് ആക്ട്, ട്രേഡ് യൂണിയൻസ് ആക്ട്, ഈ ആക്ടുകളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാടധികം എന്താ പറയേണ്ടത്, ലേബർ റിഫോം അതിന്റെ നിയമങ്ങളും നമ്മൾ നോക്കണം. അല്ലെങ്കിൽ എന്താണ് പുതിയ ലേബർ കോഡ്സ് എന്നുള്ളത് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു LLB ഉള്ള ഒരു വ്യക്തിക്ക്, ഈ ലേബർ ലോസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു LLB വ്യക്തിക്കും ഇതിന് എലിജിബിൾ ആണ് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ അതാണ് അത്രത്തോളം ഈ ഒരു പാർട്ട് 4 നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ടി വരുന്ന ഒരു കാര്യം തന്നെ അതാണ്. ഓക്കെ, അപ്പോ എന്താ പറയേണ്ടത്, നമ്മൾ ആ ഒരു ബേസിക് ഓവർവ്യൂ എങ്കിലും ഉണ്ടായിരിക്കണം. അതായത് ആ വേജസിന്റെ കോഡ് 2019 വന്നത്, പിന്നെ എന്താ പറയേണ്ടത്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, അതേപോലെ ഓക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്, പിന്നെ കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, ഈ കോഡ്സും നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഒരുപക്ഷെ എല്ലാ സ്റ്റേറ്റിലും, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കോഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ള കോഡ്സ് ആണ്. പക്ഷേ ഈ കോഡ്സ് എല്ലാം എല്ലാ സ്റ്റേറ്റ്സിലും ഫുള്ളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാകില്ല. ഒരു പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും അതിന്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ലെസൺ നമുക്ക് പൂർത്തിയാക്കി കൊണ്ടുവരാനായിട്ട് സാധിക്കുക. ഇനി നമ്മൾ സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്. ഒന്ന്, കേരള ലേബർ വെൽഫെയർ ഫണ്ട് ആക്ട്, അതുപോലെ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ആക്ട്, അല്ലെ, ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ആക്ടുകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ശരിക്കും എന്താ പറയേണ്ടത്, എസെൻഷ്യൽ ആണ്. പിന്നെ നമ്മുടെ ടോപ്പിക്സിൽ വരാൻ സാധ്യതയുള്ളതായിട്ടുള്ള കുറച്ച് ആക്ടുകൾ ഇതാണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് വരാം, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് വരാം, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് വരാം, സെക്ഷുവൽ ഹറാസ്മെന്റ് ഓഫ് വിമൻ അറ്റ് വർക്ക് പ്ലേസ് ആക്ട് വരാം, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് വരാം, ഇന്റർസ്റ്റേറ്റ് മൈഗ്രന്റ് വർക്ക്മെൻ ആക്ട് വരാം, അതുപോലെ കോൺട്രാക്ട് ലേബർ ആക്ട്, അത് റെഗുലേഷൻ ആൻഡ് അബോളിഷൻ, ആ ആക്ടുകളും ഇതിനകത്ത് വരാം എന്നുള്ളതാണ്. അപ്പോ ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറെ അധികം തന്നെയുണ്ട് നമുക്ക് ഈ ഒരു നിയമത്തിന്റെ ഏരിയ ഇതിനകത്ത് കവർ ചെയ്ത് ഫോക്കസ് ചെയ്ത് പോകാനായിട്ട്, അല്ലേ. സോ ഇതാണ് സിലബസിന്റെ ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു സ്നാപ്ഷോട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്ത് ക്ലാസ്സസ് പ്രിപ്പയർ ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്താ പറയേണ്ടത്, ഒന്ന് നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ആണ് കൂടുതലും അതിനകത്ത് തരിക. അപ്പോൾ ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തിരക്കുകയും എന്താ പറയേണ്ടത്, ഓരോ അപ്ഡേറ്റ്സ് വരുന്നതും അവിടെ നമുക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഈ നോട്ടിഫിക്കേഷൻ ആർക്കെങ്കിലും ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നെങ്കിൽ ആ നോട്ടിഫിക്കേഷന്റെ ലിങ്കും ഞാൻ എന്താ പറയേണ്ടത്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തുകൊള്ളാം. ഇനി അഥവാ ആർക്കെങ്കിലും എന്നെ നേരിട്ട് വിളിക്കണമെങ്കിൽ എന്റെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാകും. Okay, so thank you very much for watching this video and you have an excellent day ahead. Thank you.